എൻ്റെ പേര് നീന. ഞാൻ എറണാകുളം ചാത്യാത്ത് ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ 4ാമത്തെ സാക്ഷ്യമാണ്. ഞങ്ങളിപ്പോൾ എല്ലാവരും കാനഡയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. 2 മാസത്തേക്ക് ലീവിന് വന്നിരിക്കുകയാണ്. ഇതിൽ എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, കാനഡയിൽ എനിക്ക് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു, എനിക്കൊരു ജോലി ലഭിക്കണം. അറിയാലോ, കാനഡയിൽ ഭയങ്കര ടഫാണ് ജോലി ലഭിക്കാൻ. ഞാൻ ചെന്ന് പിറ്റേ ദിവസം തന്നെ എനിക്ക് ഒരു കോൺവെൻറ്റിൽ ചൈൽഡ് കെയറിൽ, അതായത് വോളണ്ടിയറായിട്ട് 1 മാസത്തേക്കാണ് എന്നെ അവിടെ അവർ നിർത്തിയത്. പിറ്റേ ദിവസം തന്നെ എനിക്ക് ചൈൽഡ് കെയറിൽ വർക്ക് ചെയ്യാൻ സാധിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ മാസം എനിക്ക് അവരൊരു 3 മാസവും കൂടി അവിടെ വർക്ക് ചെയ്യാനുള്ള ഒരു തന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇനി ഒരു ജോലി വേറെ നോക്കണമല്ലോ. പക്ഷേ ഞാൻ ആ സമയങ്ങളിലെല്ലാം ഞാൻ പ്രാർത്ഥിച്ചും ധ്യാനം എല്ലാം ഓൺലൈനിലെല്ലാം ഞാൻ കൂടുന്നുണ്ടായിരുന്നു. ഒരു മിറക്കിൾ എന്ന് പറഞ്ഞ പോലെ എനിക്ക് അവിടെ ഫുൾ ടൈം ജോബായിട്ട് എനിക്കവിടെ ലഭിച്ചു. ഇപ്പോഴും ഞാനവിടെ വർക്ക് ചെയ്ത് പോവുകയാണ്. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. 2ാമത്തെ സാക്ഷ്യം, എനിക്ക് അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് അത് ഇച്ചിരി ടഫാണ്. ആദ്യത്തെ ഞാൻ ടൊറൻറ്റോയിലാണ്, അപ്പോൾ അവിടെ കിട്ടാൻ ഇച്ചിരി ടഫാണ്. എല്ലാവരും പറഞ്ഞു ഭയങ്കര ടഫാണ് ആദ്യത്തേൽ കിട്ടാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അവിടെ പോയി ടെസ്റ്റിൻ്റെ ദിവസം, അതായത് എനിക്ക് ഭയങ്കര പേടിയുള്ള ആളാണ്. പേടി വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തോ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. ആ സമയത്ത് ഞാൻ കാശ് രൂപ എൻ്റെ കയ്യിലുണ്ട്, മാതാവിൻ്റെ ഉപ്പും പിന്നെ തൈലവും. ഉപ്പ് ഞാൻ കാറിലോട്ട് കയറുമ്പോൾ തന്നെ ചവിട്ടാത്തൊരുത്ത് ഇട്ടു, തൈലം വെച്ചു, കുരിശ് വരച്ചു. കാശ് രൂപ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അപ്പം ഞാൻ വെയിറ്റ് ചെയ്യാണ്, ആൾ വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം എന്താണെന്ന് നമുക്ക് എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ആൾ വന്നു, ഡ്രൈവിംഗ് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. എനിക്കറിയില്ല, എനിക്കൊരു പേടി ഒന്നും വന്നില്ല. പുള്ളി പറഞ്ഞതെല്ലാം പെർഫെക്റ്റായിട്ട് എനിക്ക് ചെയ്യാനും. ഏറ്റവും പാടുള്ളത് റിവേഴ്സായിരുന്നു പാർക്കിംഗ്. അവരതൊരു ടഫുള്ളൊരു സ്പോട്ടിലാണ് എനിക്ക് പാർക്കിംഗ് തന്നത്. അതുപോലും ഞാൻ പെർഫെക്റ്റായിട്ട് ചെയ്തു. ഫസ്റ്റിൽ തന്നെ എനിക്ക് ആ ലൈസൻസ് ലഭിച്ചു. അതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. 3ാമത്തെ സാക്ഷ്യം, എൻ്റെ ഡാഡിയുടെ സിസ്റ്ററാണ്, കാനഡയിൽ നിന്ന് വന്നതാണ് സാക്ഷ്യം പറയാനായിട്ട്. ആൻറ്റിക്ക് പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട് പോലെ വന്നു, ഒരു ക്ഷീണവും തളർച്ചയൊക്കെ വന്നപ്പോൾ ആൻറ്റീനെ സിസ്റ്റേഴ്സ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് അവർ ചെക്ക് ചെയ്തപ്പോൾ ആൻറ്റിക്ക് അറ്റാക്കായിരുന്നു. അപ്പോൾ ആ അറ്റാക്ക് വന്ന ആൻറ്റി ഒരു 2 ഡേയ്സ് അവിടുത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. ഭയങ്കര ക്രിട്ടിക്കലായിരുന്നു, ആൾ ICUലൊക്കെ ആയിരുന്നു. അപ്പം ഞാനും ഉണ്ടായിരുന്നു. ഞാനും നിൽക്കുമായിരുന്നു രാത്രിയും, പിന്നെ പകൽ നമ്മൾ ജോലിക്കും പോകും, സിസ്റ്റേഴ്സും നിൽക്കും. അങ്ങനെ ഞങ്ങൾ മാറി മാറിയാണ് നിന്നത്. അപ്പോഴൊക്കെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ മാതാവിൻ്റെ തൈലം ആൻറ്റിയുടെ എല്ലാ സ്ഥലത്തും ഞാൻ തേച്ച് കൊടുക്കും, അതുപോലെ പ്രാർത്ഥിക്കും. ആൻറ്റിയുടെ കഴുത്തേൽ ഓൾറെഡി ഒരു കാശ് രൂപ ഉണ്ട്. അതുമാത്രം അവർ ICUന്ന് ആൻറ്റിയുടെ കഴുത്തിൽ നിന്ന് മാറ്റിയില്ല, ബാക്കിയെല്ലാം അവർ മാറ്റി. അത് മാത്രം ആൻറ്റിയുടെ മാറ്റിയില്ല. അത് കഴിഞ്ഞു അവർ പറഞ്ഞു ആൾക്ക് കിഡ്നി ഫങ്ഷനിങ് അല്ല, അപ്പോൾ ഹോസ്പിറ്റൽ ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് ഹാർട്ടിൻ്റെ ഒരു ഹോസ്പിറ്റലാണ് ആൻറ്റി കിടന്നേച്ചത്. അത് കഴിഞ്ഞ് വേറൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അപ്പോൾ ആൻറ്റിയുടെ നിലയെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രിട്ടിക്കലായിരുന്നു. ആളെ കിട്ടുമെന്ന് പോലും പറഞ്ഞ് അത്രയും ഒരു ഇതിലായിരുന്നു. എല്ലാവരും പ്രാർത്ഥിക്കണമായിരുന്നു. ഞാനും ഓൺലൈനിലാണ് എല്ലാം റിന്യൂ ചെയ്തത് ഉടമ്പടി. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു എല്ലാം, അതായത് യൂറിൻ പോണില്ല, എല്ലാം ബ്ലോക്കാണ്, എല്ലാം കൊണ്ടും വേറൊരു ഓപ്ഷൻ ഇല്ല, ഡയാലിസിസ് ചെയ്തേ പറ്റൂ. ഡയാലിസിസ് എന്ന് പറയുമ്പോൾ ആൻറ്റിക്കും ഭയങ്കര വിഷമമായിരുന്നു, അത് ചെയ്യാൻ താല്പര്യമില്ല. അവരും കുറേ ആൻറ്റിനോട് സംസാരിച്ചു. അവസാനം ആൻറ്റി കരഞ്ഞുകൊണ്ടാണ് യെസ് പറഞ്ഞത്. ചെയ്തോ ഡോക്ടർ, വേറെ ഓപ്ഷൻ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ അവിടെ മാതാവിൻ്റെ രൂപം ICUൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. പത്രം അതുപോലെ തൈലം ഞാൻ ഡെയിലി തേച്ച് കൊടുക്കും ആൻറ്റിക്ക്. കാശ് രൂപം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. കയറ്റി. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യണേന്ന്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്താണ് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യണത്, ഞാൻ ആൻറ്റിനെയും കൊണ്ടുവന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പറഞ്ഞു. അതിൻ്റെ ടൈം ഞാൻ ഓൺലൈനിൽ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് വിട്ടു, ഇതൊന്ന് ഒഴിവാക്കണം, എന്തെങ്കിലും ഒരു മിറക്കിൾ മാതാവേ
നടത്തി തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 1.5 hours കഴിഞ്ഞപ്പോൾ ഡോക്ടർ വാതിൽ തുറന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ ആൻറ്റി ചിരിക്കുകയാണ്. അപ്പം ഞാൻ വെച്ച് ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ചിരിച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. ഡോക്ടർ പുറത്ത് വന്നിട്ട് പറയുന്നത്, ഞാൻ ഇത്രയും വർഷം ഇവിടെ ജോലി ചെയ്യുന്നു, സംതിങ് ഹാപ്പൻ, അതായത് എന്തോ ഒരു മിറക്കിൾ സംഭവിച്ചു, പുള്ളിക്കാരത്തേക്ക് ഡയാലിസിസ് ചെയ്യണ്ട, അതായത് എല്ലാം നോർമലായി, യൂറിനെല്ലാം പെർഫെക്റ്റായിട്ട് പോകുന്നു, അവർക്ക് ഡയാലിസിസ് ചെയ്യാനും പറ്റുന്നില്ല, അത് ചെയ്യേണ്ട ആവശ്യം ഈ ആൾക്ക് ഇല്ലെന്നാണ് ആ ഡോക്ടർ പിന്നെയും പറഞ്ഞു. കീപ്പ് ഓൺ പ്രേയിങ്, ഈ ആൾക്ക് ഡയാലിസിസ് വേണ്ട, ഇതൊരു മിറക്കിൾ തന്നെയാണ്. ഡോക്ടറും ഭയങ്കര അത്ഭുതത്തോടെയാണ് ആ ഡോക്ടർ പറഞ്ഞത്. ആൻറ്റിയും ഭയങ്കര ഹാപ്പിയായി, ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയായി. പിന്നെ ആൻറ്റി കുറച്ച് ദിവസം അവിടെ കിടന്നു. ആൻറ്റി ഇപ്പോൾ പഴയതിനെക്കാട്ടും നല്ല സ്മാർട്ടായിട്ട്, ആൻറ്റി അവിടെ കോൺവെൻറ്റില്ല, അതായത് ചൈൽഡ് കെയറിൻ്റെ ഹെഡാണ്. അപ്പോൾ ആൻറ്റി കോൺവെൻറ്റിൽ എല്ലാ കാര്യങ്ങളും ഇപ്പോഴും ആൻറ്റി നല്ല ഭംഗിയായിട്ട് സ്മാർട്ടായിട്ട് പഴയതിനേക്കാളും നന്നായിട്ട് ആൻറ്റി ഇപ്പോൾ ചെയ്യുന്നു. അപ്പം ഞാൻ വന്നപ്പോൾ എൻ്റെ കൂടെ ഞാൻ അപ്പോൾ പറഞ്ഞിരുന്നു ആൻറ്റിയായിട്ട് വന്ന് സാക്ഷ്യം പറയാം. ആൻറ്റിയും പറഞ്ഞു നീ പോകുമ്പോൾ കൂടെ വരും സാക്ഷ്യം പറയാൻ. ഇതാണ് എൻ്റെ 3ാമത്തെ സാക്ഷ്യം. പിന്നെ കാരുണ്യ പ്രവൃത്തികളും എല്ലാം എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പൈസ അയച്ചു കൊടുക്കും. പിന്നെ ആരെ ഹെൽപ്പ് ചോദിച്ചാലും ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ആദ്യം താമസിച്ചത് എൻ്റെ ചൈൽഡ് കെയറിലാണല്ലോ ഞാൻ പറയുക, എൻ്റെ അടുത്ത് തന്നെയാണ് പള്ളി, തൊട്ട് മുമ്പിൽ തന്നെയാണ് പള്ളി. അപ്പോൾ എനിക്ക് ഡെയിലി ഞാനിവിടെ നിന്ന് വരുമ്പോഴേ പറഞ്ഞു, എനിക്ക് കാനഡയിൽ പോയി എല്ലാവരും പറയും പള്ളിയിൽ പോകാൻ പറ്റില്ല, ഭയങ്കര പാടാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് എനിക്ക് ചെന്നാൽ എനിക്ക് ഡെയിലി പള്ളിയിൽ പോകണം, അതൊരു ഇത് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ അവിടെ നിന്ന് ഒരു 20 മിനിറ്റ് ദൂരെയാണ് ആദ്യം താമസിച്ചിരുന്നത്. അവിടെ നിന്ന് എൻ്റെ ഹസ്ബൻഡിന് 7 മണിക്കാണ് എനിക്ക് 8:30. ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ 5:30 പോകും. ഞാൻ പള്ളിയിൽ എന്നെ ഹസ്ബൻഡ് ഡ്രോപ്പ് ചെയ്യും, പുള്ളി ജോലിക്ക് പോകും. എനിക്ക് അവിടെ പള്ളിയിൽ ആരാധന 6 മണിക്ക് തുടങ്ങും. 6 മണി ആരാധനയും കൂടി കുർബാനയും കൂടി 8:30 എനിക്ക് ജോലിക്കും കയറാൻ പറ്റും. അങ്ങനൊരു വലിയൊരു അനുഗ്രഹം എനിക്ക് അമ്മ തന്നു ഇതുവരെയും. അത് കഴിഞ്ഞു ഞങ്ങൾ വർക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് എൻ്റെ വീട് നോക്കി. അപ്പോൾ അവിടെ ഞങ്ങളിങ്ങനെ നോക്കിയപ്പോൾ ഒരു വീട് തൊട്ടടുത്ത് തന്നെ, ഒരു 2 മിനിറ്റ് നടന്നാൽ മതി. അപ്പം ഞാൻ ഹസ്ബൻഡും പോയിട്ട് മാതാവിൻ്റെ ഉപ്പ് ഞാൻ ഫ്രണ്ടിലിട്ട്, ഞങ്ങൾക്ക് ഈ വീട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് മാതാവിൻ്റെ ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ വീട് തന്നെ ഞങ്ങൾക്ക് കിട്ടി. ഇപ്പം എനിക്ക് നടന്ന് പള്ളിയിൽ പോയാൽ മതി. എങ്കിലും ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ തന്നെ 6:30 പോകും, തൊട്ടടുത്താണ്. പോയി ഞാൻ ആരാധനയും കൂടും, എനിക്ക് എല്ലാ ദിവസവും കുർബാനയും കൂടാൻ പറ്റുന്നുണ്ട്. അതൊരു വലിയ അനുഗ്രഹമാണ്. കൂടാതെ എനിക്ക് തിരി തീർന്നു പോയി, എങ്കിലും ഞാൻ നോർമലായിട്ടുള്ള തിരി കത്തിക്കുമ്പോഴും അതിൽ എനിക്ക് മാതാവിൻ്റെ രൂപം വന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഹാർട്ട് ഷേപ്പ് എല്ലാം വരാറുണ്ട്. ഭയങ്കര ഒരു ബ്ലെസ്സിങ്ങാണ്. നമുക്ക് ജീവിതത്തിൽ വിഷമങ്ങൾ ഒത്തിരി വരും, പക്ഷേ സ്റ്റിൽ എനിക്ക് ചിരിക്കാനും, അതായത് അതെല്ലാം സഹിക്കാൻ പറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ എനിക്ക് ഈ വിഷമം തന്നു അങ്ങനെയല്ല. ഇതിലിവിടെ ഉടമ്പടിയിലൂടെ എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ, നമുക്ക് വിഷമം വരുമ്പോഴും നമ്മൾ ഒരിക്കലും ഞാൻ തള്ളി പറയില്ല, അത് സഹിക്കാനും എല്ലാം ദൈവം എനിക്കൊരു കൃപ. ഞാൻ ഇങ്ങനെയുള്ളൊരു വ്യക്തിയല്ല. ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പൊന്നും ഞാൻ അങ്ങനെ പള്ളിയിലൊന്നും പോവില്ല, അങ്ങനെ ബൈബിളൊന്നും വായിക്കാത്ത ഒരാളാണ്. ഇപ്പോൾ ഞാൻ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യണത് രാവിലെ എഴുന്നേറ്റാൽ ഞാൻ പ്രാർത്ഥന 5:30 വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ അതായത് ഞാൻ ഡ്രസ്സ് ചെയ്യണ വരെ, അതായത് ഈ സാക്ഷ്യങ്ങൾ വയ്ക്കും, സാക്ഷ്യം ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. പള്ളിയിൽ ഞാൻ പള്ളിയിലിരുന്നാണ് വായിക്കുന്നത്, ബൈബിള് വായിക്കും. അത് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ജോലിക്ക് കയറുന്ന വരെ സാക്ഷ്യവും പ്രാർത്ഥനയാണ് ഡെയിലി. ഇതുവരെ അതും മുടങ്ങിയിട്ടില്ല. അതിപ്പോൾ ഇവിടെ വന്നതാണെങ്കിലും എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് സാക്ഷ്യം കേൾക്കലും ബൈബിള് വായിക്കലുമാണ്. അത് ഒരു സാക്ഷ്യം പോലും ഞാൻ മുടങ്ങൂല, എല്ലാം കാണുകയും ചെയ്യും, എല്ലാം ഷെയറും ചെയ്യും. അതുപോലെ ധ്യാനമാണെങ്കിലും എല്ലാം ഷെയർ ചെയ്യും. അപ്പോൾ ചിലർ ചോദിക്കും, ഈ സാക്ഷ്യം മൊത്തം നീ ഇങ്ങനെ ഷെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പം ഞാൻ പറയാം, അത് എല്ലാവരും കാണണം. അതായത് നമ്മൾ ഒരെണ്ണം പോലും ഞാൻ ഇതുവരെ മിസ് ചെയ്തിട്ട് എല്ലാ സാക്ഷ്യവും ഞാൻ ഷെയർ ചെയ്യും. പറ്റുന്ന പോലെ എല്ലാവരോടും ഞങ്ങൾക്ക് കാനഡയിൽ പോകാൻ പറ്റിയ കാര്യങ്ങളും എൻ്റെ മോളുടെ കാര്യങ്ങളും എല്ലാം ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഈവൻ എൻ്റെ മോളാണെങ്കിലും എന്തിനു പോകുമ്പോഴും കാശ് രൂപം ഞാൻ കൊടുത്തു വിടും. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു ഇതുണ്ട്. എൻ്റെ ഹസ്ബൻഡിന് അസുഖം വന്നാലും, കാനഡയിൽ അസുഖം വന്നപ്പോഴും നമ്മൾ എമർജൻസി പോയപ്പോഴും ഞാൻ കാശ് രൂപം എല്ലാം പിടിച്ചാണ് പോയത്. പുള്ളിക്ക് എല്ലാം നോർമലാണ്, ഇപ്പോൾ വേറെ അസുഖങ്ങളൊന്നുമില്ല.
പിന്നെ ഒത്തിരി അനുഗ്രഹം മാതാവ് ഇപ്പോഴും ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഞാൻ പറയുന്നത് അമ്മയുടെ ഈശോൻ്റെ ഇഷ്ടം എന്താണ് അതുപോലെ തന്നെ നടക്കട്ടെ. ഇതുവരെ അമ്മ തന്ന അനുഗ്രഹങ്ങൾക്ക് എല്ലാത്തിനും 1,000,000 നന്ദി. സങ്കീർത്തനങ്ങൾ 27-ാം അധ്യായം 5 വാക്യങ്ങൾ. ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും, തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് നീന പച്ചാളം തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. തനിക്കൊരു ജോലി ലഭിക്കണമെന്നുള്ളതും അതോടൊപ്പം തന്നെ ലൈസൻസ് കിട്ടാനുള്ള തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ കാനഡയിൽ 3 മാസത്തേക്കുള്ള വിസയിലാണ് പോയെങ്കിലും അവിടെ തന്നെ ഒരു ഫുൾ ടൈം ജോബ് ലഭിക്കുകയും അത് പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടലിലൂടെയാണ് ഈ കുടുംബത്തിനത് ലഭിക്കുവാനൊക്കെ ഇടയായത്. അതോടൊപ്പം തന്നെയാണെങ്കിലും അവിടെ ലൈസൻസ് എടുക്കാനായിട്ട് പോകുമ്പോഴും നിരവധിയായ ഭയങ്ങളുണ്ടായിരുന്നെങ്കിലും പരിശുദ്ധ അമ്മയോടും ഉടമ്പടി വസ്തുക്കളോടൊക്കെ ചേർന്നുള്ള ഉറച്ച വിശ്വാസം, യാതൊരു വിധമായ ഭയം കൂടാതെ കൊണ്ട് തന്നെ ആ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ വലിയ അനുഗ്രഹമുണ്ടായി. അതോടൊപ്പം തന്നെ ഒരു വലിയ സാക്ഷിയായിട്ട് മാറുന്നത് തൻ്റെ തന്നെ അപ്പച്ചൻ്റെ പെങ്ങളായ സിസ്റ്ററിൻ്റെ രോഗസൗഖ്യം തന്നെയാണ്. അറ്റാക്ക് സംബന്ധമായ അസുഖത്തോടെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കാണ് മനസ്സിലാക്കുന്നത് ഹൃദയ സംബന്ധമായ അസുഖമല്ല, മറിച്ചത് കിഡ്നി ഫങ്ഷൻ അല്ല എന്നുള്ള രീതിയിലേക്ക് കടക്കുകയും ഡയാലിസിസ് ചെയ്യുന്ന തരത്തിലേക്ക് കടന്നു പോവുകയായിരുന്നു. നേരെ തുടർന്നുള്ള ദിവസങ്ങളിലാണെങ്കിലും എല്ലാവരുടെയൊക്കെ പ്രാർത്ഥന പൂർണ്ണമായിട്ടും പരിശ്രമയോട് ചേർന്നുകൊണ്ട് ഒരു അത്ഭുതം പ്രവർത്തിക്കണമെന്ന് തന്നെയായിരുന്നു. അത് പൂർണ്ണമായിട്ടും ഡോക്ടർ വരുമ്പോഴാണെങ്കിലും ചെക്കപ്പ് നടത്തുമ്പോഴൊക്കെ ചോദിക്കുന്ന കാര്യങ്ങൾ ഇപ്രകാരം തന്നെയാണ്. എന്ത് അത്ഭുതമാണ് അവിടെ നടന്നതെന്നുള്ളത്. കാരണം അത്ഭുതമെന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ തന്നെയാണ്. പരിശുദ്ധ അമ്മയിൽ പൂർണ്ണമായിട്ടുള്ള കുറച്ച് വിശ്വാസത്തോടുകൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഡയാലിസിസ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന രീതിയിൽ വരികയും വളരെ സന്തോഷത്തോടുകൂടി ഈ കുടുംബത്തെ പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കുകയും ചെയ്തു. ഇനി മുമ്പോട്ടുള്ള ഇവിടെ യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷണ സാക്ഷിയായിട്ട് ഈ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഉയർത്തട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും എൽത്താരയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.